ക്രിസ്തുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. നാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കുരിശടയാളം വരയ്ക്കുമ്പോഴൊക്കെ ഈ രഹസ്യത്തെ വിളിച്ചപേക്ഷിക്കുന്നു. ഇവ കേവലം വാക്കുകളല്ല, നാം ആരാണെന്നും എന്താണ് വിശ്വസിക്കുന്നതെന്നും ഉള്ളതിൻ്റെ അടിത്തറയാണ്. ത്രിത്വം പരിഹരിക്കപ്പെടേണ്ട ഒരു കടങ്കഥയല്ല, മറിച്ച് ആലിംഗനം ചെയ്യപ്പെടേണ്ട ഒരു ദൈവിക യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് അത് കൂടുതൽ മഹത്വമുള്ളതായി തീരുന്നത്. രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടാനുള്ളതല്ല, അനുഭവപ്പെടാനുള്ളതാണ്. അവയുടെ അഗാധതയിലാണ് അവയുടെ മഹത്വവും സൗന്ദര്യവും. ത്രിത്വം സ്നേഹത്തിൻ്റെ രഹസ്യം. കത്തോലിക്ക സഭയുടെ കാറ്റഗിസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യമാണ്. CCC 234. നാം വിശ്വസിക്കുന്നത് 3 ദൈവിക വ്യക്തികളിലും, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഒരു ദൈവത്തിലുമാണ്. അവർ 3 ദൈവങ്ങളല്ല, മറിച്ച് 3 വ്യക്തിത്വങ്ങളിൽ ഒരു ദൈവമാണ്. സമാനനും സഹനിത്യനുമായ, സത്യത്തിൽ ഐക്യപ്പെട്ടവരും എന്നാൽ ബന്ധത്തിൽ വ്യത്യസ്തരുമാണ്. മഹാനായ വിശുദ്ധ അഗസ്റ്റിൻ വർഷങ്ങളോളം ത്രിത്വത്തെക്കുറിച്ച് ധ്യാനിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സ്നേഹം കാണുന്നുവെങ്കിൽ നിങ്ങൾ ത്രിത്വത്തെ കാണുന്നു. എന്തുകൊണ്ടാണ്? കാരണം പിതാവ് നിത്യമായി പുത്രനെ സ്നേഹിക്കുന്നു. പുത്രൻ ആ സ്നേഹം തിരിച്ചു നൽകുന്നു. ആ സ്നേഹബന്ധം പരിശുദ്ധാത്മാവാണ്. ത്രിത്വം കേവലം ഉപദേശമല്ല, അത് സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ആ ദൈവിക കൂട്ടായ്മയിലേക്ക് നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ ദൈവം സ്നേഹമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അതിലൂടെ തന്നെ ദൈവം ത്രിത്വമാണ് എന്ന് പഠിപ്പിക്കുന്നു. കാരണം സ്നേഹത്തിന് തനിയെ നിൽക്കുവാൻ ആവില്ല. വചനത്തിലൂടെ സ്വയം വെളിപ്പെടുത്തപ്പെടുന്ന ദൈവം. ത്രിത്വം എന്ന വാക്ക് ബൈബിളിൽ കാണുന്നില്ലെങ്കിലും ഈ യാഥാർത്ഥ്യം തിരുവെഴുത്തുകളിൽ ഉടനീളം വെളിപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ പല ഭാഗത്തും നമുക്ക് ഇത് വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. ഉദാഹരണമായി, സൃഷ്ടിയിൽ ദൈവം ബഹുവചനത്തിൽ സംസാരിക്കുന്നു. നമ്മുടെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കാം, ഉൽപ്പത്തി 1:26. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ രഹസ്യം ഈശോ പരിപൂർണമായി വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ സ്നാനം ത്രിത്വത്തിൻ്റെ അത്യുന്നതമായ വെളിപാടാണ്. ജോർദാൻ നദിയിൽ നിന്ന് യേശു കയറി വരുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങുന്നു. അതേസമയം സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ ശബ്ദം ഉയരുന്നു, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ മഹത്തായ നിമിഷത്തിൽ പിതാവ് തൻ്റെ ശബ്ദത്തിലൂടെ പുത്രനെ വെളിപ്പെടുത്തുന്നു. പുത്രൻ സ്നാനം സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. സഭ ഈ സംഭവത്തെ ദൈവദർശനം, തിയോഫനി എന്ന് വിളിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണമാണ്. ഉദ്ധാനത്തിന് ശേഷം യേശു അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യരാക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുക. ഈ വാക്കുകളിൽ ത്രിത്വം വ്യക്തമായി പ്രഖ്യാപിക്കപ്പെടുന്നു. സുവിശേഷ പ്രചരണം, സ്നാനം, ഉപദേശം എല്ലാം ത്രിത്വത്തിൻ്റെ നാമത്തിലാണ് നടക്കേണ്ടത്. ഇത് മനുഷ്യനിർമ്മിതമായ സങ്കല്പമല്ല, ഇത് ദൈവിക വെളിപാടാണ്. ദിവസവും വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുമ്പോൾ നാം വചനത്തിലൂടെ, പുത്രനിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഈ ത്രിത്വിക ദൈവത്തെ തന്നെയാണ് ഏറ്റുപറയുന്നത്. ത്രിത്വവും നമ്മുടെ ക്രിസ്തീയ ജീവിതവും. ഈ രഹസ്യം എന്തുകൊണ്ടാണ് നമുക്ക് പ്രധാനമായി തീരുന്നത്? കാരണം നാം ഈ ത്രിയേക ദൈവത്തിൻ്റെ പ്രതിരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതിനർത്ഥം നാം ഏകാന്തതയ്ക്കല്ല, മറിച്ച് ബന്ധത്തിനും കൂട്ടായ്മയ്ക്കും സ്നേഹത്തിനുമായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പൂർണ്ണമായി ഐക്യത്തിൽ ജീവിക്കുന്നത് പോലെ നമ്മുടെ കുടുംബങ്ങളിലും ഇടവകളിലും ലോകത്തിലും ആ ഐക്യത്തെ പ്രതിഫലിപ്പിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ നമ്മുടെ രക്ഷയും ത്രിത്വപരമാണ്. പിതാവ് നമ്മെ വീണ്ടെടുക്കാൻ പുത്രനെ അയക്കുന്നു. പുത്രൻ നമുക്ക് വേണ്ടി സ്വയം അർപ്പിക്കുകയും പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കുന്നു. എല്ലാ പ്രാർത്ഥനയും, എല്ലാ കൂദാശയും, എല്ലാ ദിവ്യബലിയും പിതാവിനോട് പുത്രൻ മുഖാന്തരം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അർപ്പിക്കപ്പെടുന്നു. നമ്മുടെ മുഴുവൻ ജീവിതവും ത്രിത്വത്തിൽ അടയാളപ്പെട്ടിരിക്കുന്നു. ത്രിത്വം ഒരു സൂത്രവാക്യമല്ല, മറിച്ച് ദൈവിക വ്യക്തിത്വങ്ങളുടെ ബന്ധമാണ്. ദൈവം സ്നേഹമാണ് എന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നു. അമൂർത്തമായ ഒരു ആശയം എന്ന നിലയിലല്ല, മറിച്ച് നിത്യവും ജീവദായകവുമായ കൂട്ടായ്മയായി. അതിനാൽ ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൽ നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാം. ദൈവം പൂർണ്ണമായി മനുഷ്യധാരണയ്ക്ക് അപ്പുറമാണെന്ന് അംഗീകരിക്കാം. സ്നേഹനിർഭരവും സ്വയം ത്യാഗപരവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുത്താം. നമ്മുടെ ജീവിതം ത്രിയേക ദൈവത്തിൽ നിന്ന് പുറപ്പെടുകയും അവിടേക്ക് മടങ്ങുകയും ചെയ്യുന്നുവെന്ന് ഉറച്ചു വിശ്വസിക്കാം. സഭയുടെ പുരാതനമായ ആ പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ.